വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട കേസിൽ കുറ്റം സമ്മതിച്ചു. പ്രതി വാതിലിൽ നിന്നും പെൺകുട്ടി മാറിയില്ല, അതുകൊണ്ട് തനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ട് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടതാണെന്നാണ് പ്രതി സുരേഷിൻ്റെ മൊഴി വരുന്നത്. വധശ്രമ കേസ് രജിസ്റ്റർ ചെയ്തു. സുരേഷ് കുമാർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മറുവശത്ത് നമുക്ക് ആശ്വാസത്തിൻ്റെ വാർത്തയാണ്. പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് എസ് ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമുണ്ട് എന്നറിയുന്നു. വലിയ ആശ്വാസമോ? കൃഷ്ണരാജ്, തീർച്ചയായും അത് തന്നെയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കേൾക്കുന്നത്. കാരണം ഇന്നലെ ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ പ്രാഥമികമായ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അതിനുശേഷം നടത്തിയ ചില പരിശോധനകൾ, അതിൽ നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ പൂർണ്ണമായും അപകടനില തരണം ചെയ്തതായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെ രാത്രി തന്നെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി എനിക്ക് പിന്നിൽ കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് ശ്രീകുട്ടി എന്ന ഈ പെൺകുട്ടിയെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, എന്താണ് ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ അതിക്രമത്തിലേക്ക് എത്തിയത്, ഒപ്പം തന്നെ ആക്രമണത്തിലേക്ക് എത്തിയത് എന്നുള്ളതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സൂചനകൾ കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അതിൽ പ്രധാനമായും ഈ മദ്യലഹരിയിലായിരുന്നു പ്രതിയായിട്ടുള്ള സുരേഷ് കുമാർ എന്നുള്ളതാണ്. തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്. അയാൾ മുൻപും സമാനമായ സംഭവങ്ങളിൽ, അതായത് ഈ മദ്യം കഴിച്ചതിന് ശേഷം മദ്യലഹരിയിൽ അക്രമം നടത്തുക, അസഭ്യം പറയുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ വൈദ്യപരിശോധന അടക്കം പൂർത്തീകരിക്കാനും ഒപ്പം തന്നെ RPFന്റെ കസ്റ്റഡിയിൽ നിന്നും ഇയാളെ ഏറ്റുവാങ്ങുന്ന സമയത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രകോപനം മാധ്യമങ്ങൾക്ക് നേരെയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രതികരണം കൂടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. മദ്യലഹരിയിലായിരുന്നു താനെന്ന് പോലീസിനോട് സുരേഷ് കുമാർ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാനുള്ള പ്രാഥമികമായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ അതിൻ്റെ അക്രമത്തിലേക്ക് വഴിവെച്ചതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. നിലവിൽ മനസ്സിലാക്കുന്നത് പ്രകാരം ഈ പെൺകുട്ടിയുടെ ദേഹത്ത്, അതായത് വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം ഈ വാതിലിൻ്റെ സമീപത്ത് നിന്ന പെൺകുട്ടിയുടെ നേരെ ഇയാൾ എത്തുകയും പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ചാരുകയും ചെയ്തിരുന്നു. ചാരിയത് ഈ പെൺകുട്ടി എതിർത്തതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ നേരെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുന്നത് എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. സുഹൃത്തിൻ്റെ മൊഴി ഒപ്പം തന്നെ ഈ പെൺകുട്ടിയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് ഇത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ചവിട്ടിൻ്റെ ആഘാതത്തിൽ ഈ പെൺകുട്ടി തെറിച്ച് വീഴുകയായിരുന്നു പുറത്തേക്ക്. അതായത് ട്രെയിൻ ഒരു പാലം കഴിഞ്ഞ് വരുന്ന വഴിയാണ്, കടക്കാവൂരിനും ഒപ്പം തന്നെ വർക്കലയ്ക്കും ഇടയിലാണ്. ആ പാലം കയറി ഇറങ്ങിയ സമയമായതുകൊണ്ട് തന്നെ വളരെ സ്ലോ ഡൗൺ ചെയ്താണ് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ അപകടത്തിൻ്റെ തോത് ചെറിയ തോതിലെങ്കിലും കുറച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കേരള എക്സ്പ്രസ് ആണ്, അമിത വേഗത്തിലൊക്കെ നമുക്കറിയാം പോകുന്നൊരു ട്രെയിനാണ്. പക്ഷേ വേഗത കുറച്ച് പോയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗുരുതര പരിക്കുകൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായില്ല എന്നൊരു ആശ്വാസം കൂടിയുണ്ട് ഈ അപകടത്തിൻ്റെ പിന്നിൽ. എന്തായാലും പെൺകുട്ടിയെ പിന്നീട് RPFന്റെ സഹായത്തോടു കൂടി റെയിൽവേയുടെ അറിവോടുകൂടിയും അവരുടെ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മെമു ട്രെയിനിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ നിന്ന് ആംബുലൻസ് മാർഗം വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരത്തേക്കും എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രകോപനത്തിനുണ്ടായ കാരണമടക്കമുള്ള കാര്യങ്ങളിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ എത്തുകയാണ്. എന്തായാലും നിലവിൽ പ്രതി സുരേഷ് കുമാർ തിരുവനന്തപുരം തമ്പാനൂർ പോലീസിൻ്റെ കൈകളിലാണ് ഉള്ളത്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയോടുകൂടി തന്നെ. ഇന്നിപ്പോൾ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വധശ്രമത്തിനെതിരെ, അതായത് ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്, അത് വധശ്രമത്തിനെതിരെ ഇപ്പോൾ ഈ പ്രതിക്കെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്, FIR ഇട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം, ഔദ്യോഗിക റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയുമുണ്ട്. എന്തായാലും ഒരു അതിദാരുണമായ സംഭവമാണ്. ഒരിടവേളയ്ക്ക് ശേഷം ട്രെയിനിൽ ഇത്തരത്തിലൊരു അക്രമം നടക്കുന്നു. അതിന് പിന്നാലെ ആ പെൺകുട്ടിയെ ഒരുപക്ഷെ കേട്ടുകേഴ്വി ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യത്തിലേക്ക്, ഒരു പ്രകോപനവും ഉണ്ടാകാതെ ട്രെയിനിൽ
യാത്ര ചെയ്ത 2 യുവതികൾ. അതിലെ ഒന്നാമത്തെ യുവതിയുടെ നേരെയാണ് ആദ്യം ഇയാൾ അക്രമം നടത്തുന്നത്. പെൺകുട്ടിയുടെ ദേഹത്ത് ചാരിയ പെൺകുട്ടി എതിർത്തതോടുകൂടി പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് ആ ട്രെയിനിനുള്ളിൽ തന്നെയുണ്ട്. അവർക്ക് നേരെയും സമാനമായ രീതിയിലുള്ള അതിക്രമം നടത്തിയെന്നുള്ളതാണ്. പെൺകുട്ടി എതിർത്തതോടും തടുത്തതോടും കൂടി ആ പെൺകുട്ടിയെ ഒരു ചവിട്ട് കൂടി ചവിട്ടി ആ പെൺകുട്ടി ട്രെയിനിന്റെ വാതിലിൽ വീഴുകയായിരുന്നു. പിന്നീട് സഹയാത്രികരാണ് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും വിവരം പോലീസിനെയും RPFനെയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു ആശ്വാസ വാർത്തയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അപകടനില അതേസമയം തരണം ചെയ്തിട്ടില്ല. മറ്റ് വിദഗ്ധ പരിശോധനകൾ വരും മണിക്കൂറിലും നടക്കും. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഒരു പക്ഷേ അല്പസമയത്തിനകം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യും. കൃഷ്ണരാജ്. ദിസ്ന സുരേഷ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, അതായത് കുറ്റം സമ്മതിച്ചു പ്രതി എന്ന വാർത്ത വരുന്നുണ്ട്. പോലീസ് എന്താണ് ഒടുവിൽ പറയുന്നത്? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വാതിലിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായത്. മാറുവാൻ പറഞ്ഞിട്ടും മാറിയില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ മൊഴിയിൽ ഈ സുരേഷ് കുമാർ നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ എന്ന മൊഴി കൂടിയാണ് പ്രതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം മധ്യലഹരിയിലായിരുന്നു. നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നാളുകൾക്ക് ശേഷമാണ് ട്രെയിനിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. ശ്രീകുട്ടിക്കാണ് പരിക്കേറ്റത്. അതിദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയും ഇത്തരത്തിൽ ആക്രമിക്കുവാൻ പ്രതി ശ്രമിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സുരേഷ് കുമാറിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ പൂർണ്ണ മദ്യപാനിയാണ് എന്നത് തന്നെയാണ് കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെ പറയുന്നത്. കൃഷ്ണരാജ് ഭാര്യയുമായി വഴക്കിട്ട് ഭാര്യ മറ്റു വീടുകളിൽ മാറി, അതായത് ഭാര്യയുടെ ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. കമ്പിവേലി കിട്ടുന്ന പണിയാണ്. ആദ്യഘട്ടത്തിൽ പെയിന്റിംഗ് തൊഴിലാളിയായി വർക്ക് ചെയ്തിരുന്നു. അത്തരത്തിലൊരു ജോലി അന്വേഷിച്ചാണ് ഇയാൾ കോട്ടയത്തേക്ക് പോയത് എന്ന് തന്നെയാണ് സഹോദരൻ ഉൾപ്പെടെ ഈ വാർഡ് മെമ്പറിനോട് അറിയിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇന്നലെയൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രകോപനപരമായാണ് ഈ പ്രതി പെരുമാറിയത് എന്ന് തന്നെയാണ്. ഈ ഫോർട്ട് ആശുപത്രിയിൽ ഉൾപ്പെടെ വൈദ്യപരിശോധനയ്ക്ക് വന്നപ്പോൾ മാധ്യമങ്ങളോട് ആക്രോശിക്കുന്ന പ്രതിയെയാണ് നമ്മൾ കണ്ടത്. താൻ അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടില്ല, സഹപ്രവർത്തക അല്ലെങ്കിൽ സഹയാത്രിക നൽകിയ മൊഴി തെറ്റാണ്, താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പ്രതി പറഞ്ഞത്. ആ സമയത്ത് മദ്യലഹരിയിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും പ്രതി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രെയിനിന്റെ വാതിലിൽ നിന്ന് മാറി നിൽക്കുവാൻ ഇവരോട് ആവശ്യപ്പെട്ടപ്പോൾ അത് അനുസരിക്കാത്തത് കൊണ്ട് തനിക്ക് വൈരാഗ്യമുണ്ടായി, അല്ലെങ്കിൽ തനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നൊരു മൊഴിയും കുറ്റസമ്മതവുമാണ് പ്രതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വധശ്രമത്തിനുൾപ്പെടെയുള്ള കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, ശാലിനിയിലേക്ക് വീണ്ടും വന്നാൽ, ശാലിനി, ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉള്ളതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് എന്ന് മനസ്സിലാക്കുന്നു. അതായത് ദിസ്ന പറയുന്നതനുസരിച്ച് പോലീസ് പ്രതികരിച്ചത്, ഈ പ്രതി കുറ്റം സമ്മതിച്ചു, ട്രെയിനിൻ്റെ വാതിലിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ മാറിയില്ല, അതിൻ്റെ ദേഷ്യത്തിലാണ് ചവിട്ടി പുറത്തേക്കിട്ടത് എന്നാണ്. പക്ഷേ ഇയാൾ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് ചാരി നിൽക്കാൻ ശ്രമിച്ചുവെന്നും അതിനെ എതിർത്തപ്പോഴാണ് നടുവിന് ചവിട്ടി പുറത്തേക്ക് ഇട്ടതെന്നുമാണ് മനസ്സിലാക്കുന്നത്. സഹയാത്രികരൊക്കെ സമ്മതിക്കുന്നതും പറയുന്നതും അങ്ങനെയാണ്. ഈ ആശുപത്രി അധികൃതർ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? അതായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ സ്ഥിതിക്ക് ആശുപത്രി അധികൃതരുടെ പ്രതികരണം വളരെ വൈകാതെ ഉണ്ടാകുമോ? കൃഷ്ണരാജ്, പ്രാഥമികമായും നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം എന്നുള്ളത്, അതായത് കഴിഞ്ഞ മണിക്കൂറിൽ പോലീസ് ഈ വെന്റിലേറ്ററിൽ നിന്നും ഈ പെൺകുട്ടിയെ മാറ്റിയതിന് ശേഷം
പെൺകുട്ടിയിൽ നിന്ന് ചില വിവരശേഖരണം നടത്തിയിരുന്നുള്ളതാണ്. പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം നമുക്ക് അറിയാം. സ്വാഭാവികമായും ആ പ്രാഥമിക വിവരശേഖരണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹയാത്രിക സുഹൃത്ത് നൽകിയ വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ അപകടം നടക്കുന്ന സമയത്ത് ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സാക്ഷികൾ ഇവർ നൽകിയിട്ടുള്ള മൊഴികളുടെയും ഒപ്പം തന്നെ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഈ സുരേഷ് കുമാർ ചാരി നിന്നു. അതായത് വാഷ്റൂമിൽ പോയതിന് ശേഷം വാതിലിൻ്റെ സമീപത്തായി വന്ന് ഈ പെൺകുട്ടി നിന്നു. പെൺകുട്ടിയുടെ സുഹൃത്തും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇയാൾ വന്ന് പെൺകുട്ടിയോട് ചേർന്ന് ചാരി നിന്നത് പെൺകുട്ടി എതിർത്തതിനെ തുടർന്നാണ് പിന്നീട് വീണ്ടും ചാരാനൊരുങ്ങി. ആ ചാരാനൊരുങ്ങിയതിൽ തുടർന്ന് ചവിട്ടുകയായിരുന്നു. നടുവിന് തന്നെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ നിന്ന് സുഹൃത്തിനെയും സമാനമായ രീതിയിൽ ചവിട്ടിയിടുകയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പെൺകുട്ടി ചവിട്ടേറ്റ് വീണത് ഈ ട്രെയിനിൻ്റെ പടിയിലാണ്. ആ പടിയിലുണ്ടായിരുന്ന കമ്പിയിൽ പിടിച്ചു കിടക്കുകയായിരുന്നു. പിന്നീട് സഹയാത്രികരാണ് ആ പെൺകുട്ടിയെ പിടിച്ചകത്തേക്ക് കയറ്റുന്നത്. ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ സുരേഷ് കുമാറിനെ RPF കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം RPFനോടും അവിടെ നിന്ന് തമ്പാനൂർ പോലീസിന് കൈമാറിയ സമയത്ത് മാധ്യമപ്രവർത്തകരോട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചില മാധ്യമങ്ങൾ സുരേഷ് കുമാറിനോട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞതും താനൊന്നും ചെയ്തിട്ടില്ല, പെൺകുട്ടിക്ക് വട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടി തെറ്റുകാരിയാണ്, താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ആദ്യ പ്രതികരണം നടത്തി. അതിനു മുൻപ് തന്നെ RPFനോടും പോലീസിനോടും ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം മാറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് പെൺകുട്ടി വാതിലിന് സമീപത്ത് നിൽക്കുകയായിരുന്നു. ആ വാതിലിന് സമീപത്ത് നിൽക്കുമ്പോൾ മാറി നിൽക്കാൻ താൻ ആവശ്യപ്പെട്ടു. മാറി നിൽക്കാത്ത പെൺകുട്ടിയെ താൻ ചവിട്ടി പുറത്തേക്ക് ഇടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മൂന്നാമതായി പ്രതി പറയുന്നത്. അപ്പോൾ ഇതൊന്നും തന്നെ വിശ്വാസയോഗ്യമായി പോലീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പെൺകുട്ടിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, സാക്ഷിമൊഴികൾ, ഒപ്പം തന്നെ സഹയാത്രികർ ഇവർ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഇയാൾ ചാരിയത് എതിർത്തതിനെ തുടർന്ന് പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് ഇട്ടു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കുറേ നാളുകൾക്കൊക്കെ മുൻപ് ട്രെയിനിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഒരു അതിക്രമം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്, FIR ഇട്ടിട്ടുള്ളത്. മറ്റ് നടപടികൾ തുടരുകയാണ്. നിലവിൽ തമ്പാനൂർ പോലീസിന്റെ കൈകളിലാണ് പ്രതി ഉള്ളത്. ഇന്ന് ഇപ്പോൾ രാവിലെ 11 മണിയോടുകൂടി തന്നെ പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകും. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുണ്ടാകും. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മദ്യലഹരിയിൽ തന്നെയാണ് ഇയാൾ ഈ കൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ പരിശോധന ഫലമടക്കം ഇനി വരേണ്ടതായിട്ടുണ്ട്. തുടക്കത്തിൽ താൻ കുറ്റക്കാരനാകും അല്ലെങ്കിൽ തനിക്ക് വലിയ രീതിയിലുള്ള ശിക്ഷ കിട്ടുമെന്ന് കണ്ടതുകൊണ്ട് തന്നെയാവാം ഈ മൊഴി മാറ്റി സംസാരിക്കുകയും അല്ലെങ്കിൽ താൻ വലിയ രീതിയിൽ ലഹരിക്ക് അടിമയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൽ ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടൽ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലുള്ള പെൺകുട്ടിയുടെ നില, അപകടനില തരണം ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പ്രാഥമികമായി നൽകുന്ന വിവരം. എന്തായാലും വിദഗ്ധ പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. മറുവശത്ത് പ്രതിയുടെ മൊഴി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. മറുവശത്ത് ഈ പ്രതി പെൺകുട്ടിയുടെ ദേഹത്ത് ചാരി നിൽക്കാൻ ശ്രമിച്ചുവെന്നും അതിനെ എതിർത്തപ്പോഴാണ് ചവിട്ടി പുറത്തേക്കിട്ടതെന്നുമുള്ള വാർത്ത വരുന്നുണ്ട്. ദിസ്നയിലേക്ക് പോകാം. ദിസ്ന, ഈ പ്രതി സ്ഥിരം മദ്യപാനിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം കുടുംബമൊക്കെ മാറി താമസിക്കുന്നു, ഇയാളുമായി ഒരു അടുപ്പവുമില്ല എന്നാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ മദ്യപാനിയാണ്, മദ്യപിച്ചിരുന്നു എന്നും വ്യക്തമാകുന്നുണ്ട്. ഈ പ്രതിയുടെ പശ്ചാത്തലം എന്താണ്? ഈ മദ്യപാനി എന്നതിനപ്പുറം ഒരു ക്രിമിനൽ തന്നെയാണോ? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ പ്രതി നൽകിയ മൊഴികളിൽ അവ്യക്തത തുടരുന്നു എന്നത് തന്നെയാണ്. അതായത് അവിടെ സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായി കുട്ടി അനുസരിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന നിലവിലൊരു അപ്ഡേഷനാണ് ശാലിനി ഇപ്പോൾ നൽകിയത്. അതനുസരിച്ചാണെങ്കിൽ ഈ പ്രതി നൽകിയ മൊഴി വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത്. അതായത് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കടന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക്
അതായത് വാതിൽപ്പടിയിൽ നിന്നപ്പോൾ അല്ലെങ്കിൽ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കേൾക്കാതെ വന്നപ്പോഴാണ് താൻ ഇത്തരത്തിൽ ആക്രമിച്ചത് എന്നൊരു മൊഴിയാണ് ഈ പ്രതി നൽകിയത്. പ്രധാനമായും പരിശോധിക്കേണ്ടത് കൃഷ്ണരാജ്, ആദ്യഘട്ടത്തിൽ ഈ സഹയാത്രിക നൽകിയ മൊഴിയെ വലിയ രീതിയിൽ കുറ്റമായി ചിത്രീകരിക്കാൻ പ്രതി ശ്രമിച്ചത് നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ പെരുമാറ്റമൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു. ഈ ഫോർട്ട് ആശുപത്രിയിലൊക്കെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ പ്രതി അവിടെ നിന്ന് ഇറങ്ങി ഓടുവാനൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല താൻ അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന് പ്രതി വാദിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ സഹയാത്രിക ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് താൻ അത്തരത്തിലൊന്നും തന്നെ ചെയ്തിട്ടില്ല, ഈ സഹയാത്രികയ്ക്ക് മാനസികമായി വല്ല പ്രശ്നവും ഉണ്ടാവും എന്നൊരു ന്യായീകരണത്തിലേക്കാണ് ഈ പ്രതി കടന്നത് എന്ന് തന്നെയാണ്. ഈ രണ്ടു മൊഴികളും പരിശോധിക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്നു, അത് വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ആ മദ്യത്തിൻ്റെ ലഹരി അയാളെ വിടാതെ പിന്തുടർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ ആ പ്രതിയുടെ പ്രകോപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് അയാൾ നൽകിയ മൊഴി കുറ്റസമ്മതം നടത്തിയെങ്കിലും താൻ ചെയ്ത ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തന്ത്രപൂർവമായ ഒരു ശ്രമത്തിലേക്ക് പ്രതി കടന്നിരിക്കുന്നു എന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് കൃഷ്ണരാജ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പ്രതിയുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പി കെട്ടുന്ന തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപ് പെയിന്റിംഗ് തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. സ്ഥിരം മദ്യപാനിയായ ഒരു മനുഷ്യനാണ് എന്നത് തന്നെയാണ് പ്രതിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലാണ് ഇയാൾ ജോലി തേടി ഈ ഏറ്റുമാനൂരിലേക്ക് പോകുന്നത്, ഈ കോട്ടയത്തേക്ക് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ട്രെയിനിൽ വെച്ചും ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ആ മദ്യത്തിൻ്റെ ലഹരിയിൽ കൃത്യമായി നടത്തിയ ഒരു ആക്രമണം പിന്നീട് എന്ത് സംഭവിച്ചു, ഈ യുവതി മൊഴി നൽകിയതുപോലെ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുവാനുള്ള ഒരു ശ്രമം ഈ കേസിൽ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായ മൊഴിയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇപ്പോൾ വധശ്രമത്തിനാണ് കേസ് നിലവിലെടുത്തിരിക്കുന്നത്. ഇനി ഈ യുവതിയുടെ മൊഴിയും കൂടി വ്യക്തത വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം താൻ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് വാദിക്കുകയും സഹയാത്രികയെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിയുടെ നിലപാട് മദ്യലഹരിയിലാണ് എന്ന വൈദ്യപരിശോധനയിൽ ഉൾപ്പെടെ വ്യക്തമാകുന്നൊരു സാഹചര്യം. അതിനുശേഷം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്കാണ് ഈ പ്രതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, ശാലിനി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശാലിനി, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന വാർത്ത അത് ഇന്നലത്തേതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു ആശ്വാസമാണ് തരുന്നത്. കാരണം ഇന്നലെ വലിയ ഗുരുതരാവസ്ഥയിലാണെന്നും വാർത്തകൾ വന്നിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന വാർത്ത വന്നു. അങ്ങനെ വെന്റിലേറ്ററിലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് അതിഗുരുതരമായ അവസ്ഥയാണ് എന്ന് എല്ലാവരും പരസ്പരം പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വരുന്നത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നതാണ്. മാത്രമല്ല കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്നതുമാണ്. ഈ ബന്ധുക്കളൊക്കെ അവിടെ എത്തിയോ? കൃഷ്ണരാജ്, നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് പ്രകാരം, അതായത് ഇന്നലെ 8:30 രാത്രി ഈ അപകടം ഉണ്ടാകുന്നത്. ആശങ്കയോടെയാണ് ജനം TV അടക്കമുള്ളവർ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. കാരണം മുൻപുണ്ടായ സമാന സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യ മണിക്കൂറിൽ വന്നത്. ഈ സംഭവം 8:30 നടക്കുന്നു. ട്രെയിനിൽ നിന്ന് പെൺകുട്ടി പുറത്തേക്ക് വീഴുന്നു. അവിടെ കടക്കാവൂരിനും വർക്കലയ്ക്കും ഇടയിലുള്ള ഒരു ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഈ പെൺകുട്ടി വീണത്. ട്രാക്കിന് സമീപത്ത് തന്നെയാണ്. അവിടേക്ക് ഈ ആംബുലൻസ് ഒന്നും തന്നെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയായിരുന്നില്ല. പിന്നീട് അതുവഴി വന്ന മെമു സിഗ്നൽ കൊടുത്തതിന് ശേഷം മെമു ട്രെയിനിലാണ് വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുന്നത്. അവിടെ നിന്നുമാണ് ആംബുലൻസ് മാർഗം സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവിടെ എത്തിക്കുമ്പോഴും ആന്തരിക രക്തസ്രാവം അടക്കമുണ്ട് എന്നുള്ള സ്ഥിരീകരണമായിരുന്നു ആശുപത്രിക്ക് ഉണ്ടായിരുന്നത്. ഗുരുതരമായിട്ടുള്ള ചില പരിക്കുകളും പുറമേയും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി അതിനുശേഷം പരിശോധനകൾക്ക് ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. വെന്റിലേറ്ററിൽ മാറ്റി ഇതിന് ശേഷം നടത്തിയിട്ടുള്ള ചില പരിശോധനകൾ, ആ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മുറിവുകൾ വലിയ അപകട മുറിവുകളല്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ആശുപത്രി എത്തുകയും ചെയ്തത്.
പിന്നീടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഇവിടേക്ക് വാർഡിലേക്ക് ഈ പെൺകുട്ടിയെ ശരി ശാലിനി, എന്തായാലും ആശ്വാസത്തിന്റെ വാർത്ത തന്നെയാണ്. പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. മറുവശത്ത് പ്രതിയുടെ മൊഴി വരുന്നു, കുറ്റം സമ്മതിച്ചുകൊണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനിയും ദിസ്ന സുരേഷും. ഇടവേളയ്ക്ക് ശേഷം വലിയൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരേണ്ടതുണ്ട്. എൻ വാസു ചോദ്യമുനയിൽ.